ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 53-ാമത്തെ ശ്ലോകം നോക്കാം. ധന്യാ ഭാഗവതീ വാർത്താ പ്രേതപീഡാവിനാശിനി സപ്താഹോപി തഥാ ധന്യഃ കൃഷ്ണലോകഫലപ്രദഃ. ധന്യാ ഭാഗവതീ വാർത്ത. ഭാഗവതീ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഭാഗവത കഥ, ഭഗവത് സംബന്ധമായിട്ടുള്ള ഈ കഥ ധന്യ എന്ന് ഏറ്റവും ധന്യമാണ്. ഈ ഭഗവത് സംബന്ധമായിട്ടുള്ള ഈ കഥകൾ കേൾക്കുന്നത് തന്നെ ഏറ്റവും ധന്യമാണ്. പ്രേതപീഡാവിനാശിനി. ഈ പ്രേതമായിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ പീഡകളെയും ഇല്ലാതെയാക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് എന്ന് തന്നെയല്ല, അത് അത്യന്തം ധന്യമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ആത്മനിർവൃത്തിയാണ് ആ വാക്കിലൂടെ ഇവിടെ കാണിക്കുന്നത്. ധന്യ എന്നാണ് പറഞ്ഞത്. തനിക്ക് പ്രേതരൂപം ഉപേക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയല്ല, ആ പ്രേതമായി അലഞ്ഞു നടന്നിരുന്നപ്പോൾ അനുഭവിച്ച പീഡകളിൽ നിന്ന് മുക്തി നേടിയെന്ന് തന്നെയല്ല, താൻ ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ധന്യത, ഒരു നിറവ്, അതാണ് കാണിച്ചത്. ധന്യ ഭാഗവതീ വാർത്ത പ്രേതപീഡാവിനാശിനി സപ്താഹോപി തഥാ ധന്യഃ കൃഷ്ണലോകഫലപ്രദഃ. സപ്താഹോപി തഥാ ധന്യഃ. സപ്താഹോപി, ഈ സപ്താഹമായിട്ട് ഇങ്ങനെ ഭാഗവത കഥ പറയുന്നത്. തഥാ ധന്യഃ, അതും ഏറ്റവും ധന്യമാണ്. കാരണം 7 ദിവസം മറ്റൊന്നിലും മനസ്സ് വ്യാപരിക്കാതെ ഭഗവാനിങ്കിൽ തന്നെ ലയിച്ചിരിക്കാൻ കഴിയുന്നത് അത്യന്തം ധന്യമായിട്ടുള്ള കാര്യമാണ്. കൃഷ്ണലോക ഫലപ്രദഃ. അങ്ങനെയുള്ള കേട്ടിരിക്കാൻ കഴിയുന്ന ധന്യാത്മാക്കൾക്ക് കൃഷ്ണലോക ഫലപ്രദഃ, സാക്ഷാൽ ശ്രീകൃഷ്ണ ലോകത്തെ തന്നെ, വൈകുണ്ഠത്തെ തന്നെ ഫലപ്രദഃ, ദാനം അവിടെ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൻ്റെ അനുഭവം കൊണ്ടുകൂടിയാണ് പറയുന്നത്. തനിക്ക് ആ സാരൂപ്യ മോക്ഷത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞത് ഈ 7 ദിവസം കൊണ്ട് താൻ കേട്ട ആ ഒരു ഭാഗവത കഥ ശ്രവണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, ഇത് അത്യന്തം ധന്യമാണ്, തൻ്റെ അനുഭവമാണ്, നിറവാണ് തൻ്റെ ഉള്ളിലെ. അത് 7 ദിവസം കൊണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ വൈകുണ്ഠത്തെ തന്നെ നൽകുന്നതാണ്. ആ വൈകുണ്ഠ ലോകത്തെ തന്നെ പ്രദാനം ചെയ്യുവാൻ, കിട്ടുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഭാഗവത കഥ സപ്താഹമായി കേൾക്കുന്നത് എന്ന അനുഭവം കൊണ്ടിവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധന്യാ ഭാഗവതീ വാർത്താ പ്രേതപീഡാവിനാശിനി സപ്താഹോപി തഥാ ധന്യഃ കൃഷ്ണലോകഫലപ്രദഃ. നോക്കൂ, ഇവിടെ ഈ ആത്മദേവൻ പറയുന്നത് തൻ്റെ അനുഭവ കഥയാണ്. ഈ അനുഭവ കഥ എന്തിനാണ് പറയുന്നത്? ഗോകർണൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഗോകർണന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ അനുഭവ കഥ ഗോകർണനോട് എന്നവണ്ണം പറയുമ്പോൾ അതിൻ്റെ ശ്രോതാക്കളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ഇതൊരു പാഠമാകണം. ഇതിലൂടെ മാത്രമേ പ്രേതരൂപത്തിൽ ധുന്ധുകാരി അലയുന്നത് പോലെ നമ്മളുമൊക്കെ അനാഥപ്രേതങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നറിയില്ല, എങ്ങോട്ടേക്കാണ് ഈ യാത്രയെന്നറിയില്ല. ഇന്ന് ഈ നിമിഷം പോലും നമ്മുടെ കൈകളിലില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ ഈ പ്രയാണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നറിയുക, നമ്മുടെ നിശ്ചയപ്രകാരമല്ല നടക്കുന്നതെന്നറിയുക. ഏതോ ഒരിടത്തിരുന്ന് ചലിപ്പിക്കുന്ന ഏതോ ഒരു ശക്തിയുടെ കയ്യിലിരിക്കുന്ന റിമോട്ടിനാൽ പ്രവർത്തിക്കുന്ന വെറും ഒരു മരത്തടികളാണ് നമ്മളൊക്കെ. അനാഥപ്രേതം പോലെ നമ്മളുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 7 ദിവസമേ വേണ്ടൂ. എന്തിനാ? ഈ പ്രേതമായുള്ള ഈ അലച്ചിൽ നിർത്തിയിട്ട് സാക്ഷാൽ വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കുവാൻ ആ 7 ദിവസം പൂർണ്ണമായി ഭഗവാനിങ്കിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് അത് കേൾക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ ധന്യരാകുമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്.
ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രേതപീഡാവിനാശിനി, കഴിയുന്നതും ചേർത്ത് വായിക്കുക. അതുപോലെ സപ്താഹോപി, അവിടെ ഓകാരം നീട്ടിയെടുക്കുക. പിന്നെ ഒന്ന് ധന്യ കൃഷ്ണലോകഫലപ്രദ, രണ്ടിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും 54-ാമത്തെ ശ്ലോകമാണ്. കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതി. കമ്പന്തേ സർവപാപാനി, കമ്പന്തേ എന്ന് പറഞ്ഞാൽ കമ്പനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക. സർവപാപാനി, സർവപാപങ്ങളും വിറയ്ക്കുന്നു. ഒരു സിംഹത്തിൻ്റെ മുൻപിൽപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഈ വലിയ ഭാഗവത കഥാശ്രവണത്തിൻ്റെ മുൻപിൽ ചെന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ വെറും ആട്ടിൻകുട്ടികളായിട്ടുള്ള എല്ലാ പാപങ്ങളും വിറയ്ക്കുന്നു. സപ്താഹശ്രവണേ സ്ഥിതേ, ആ സപ്താഹ ശ്രവണം കൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന സർവ സജ്ജനങ്ങളുടെയും പാപങ്ങളൊക്കെ വിറയ്ക്കുന്നു. അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതി. അസ്മാകം പ്രളയം സദ്യ, ഈ അസ്മാകം എന്ന് പറഞ്ഞാൽ ഇനിയും പറയാണ്, അവിടെ വിറയ്ക്കുന്ന ആ പാപങ്ങൾ എന്താ ചിന്തിക്കുന്നത്? പ്രളയം സദ്യ, ഈ പ്രളയം ഏത് തങ്ങൾക്ക് തടുക്കുവാനാകാത്തതായിട്ടുള്ള ശക്തിയേറിയതായിട്ടുള്ള ഈ ഭാഗവത കഥാശ്രവണം എന്ന പ്രളയം സദ്യ ഉടനെ തന്നെ കഥാചേയം കരിഷ്യതി, ഇത് ഞങ്ങളെ ഇപ്പോൾ തന്നെ ഈ ജനങ്ങളിലൊക്കെ ഞങ്ങൾ ഇത്ര കാലവും ശക്തിയായി പിടിച്ചു നിന്നിരുന്ന ഈ പാപങ്ങളായ ഞങ്ങളെ അതിലും ശക്തിയേറിയതായിട്ടുള്ള ഈ പ്രളയം, ഈ ഭാഗവത കഥാശ്രവണം ഞങ്ങളെയൊക്കെ ഇപ്പോൾ നശിപ്പിക്കുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ആ ഓരോ സജ്ജനങ്ങളുടെയും ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്നതായിട്ടുള്ള പാപങ്ങൾ. ഇത് ആര് പറയുന്നു എന്നിടത്ത് നമുക്കതിൻ്റെ ആ ഒരു എസൻസ് പൂർണ്ണമായി മനസ്സിലാകും. എന്താണ് അതിൻ്റെ സാരം? പറഞ്ഞത് ധുന്ധുകാരിയാണ്. കാരണം തൻ്റെ ഉള്ളിലെ പാപങ്ങൾ ഓരോന്നും പറഞ്ഞിരുന്ന ഇതിനു മുൻപേ ഗോകർണനോട് പറഞ്ഞു, 100 തവണ ഗയാശ്രാദ്ധം ചെയ്താലും എനിക്ക് ഈ പ്രേതരൂപത്തിൽ നിന്നും മുക്തി നേടാനാവില്ല എന്ന് പറഞ്ഞ ധുന്ധുകാരി പറയുകയാണ്, 7 ദിവസത്തെ സപ്താഹ ശ്രവണം കൊണ്ട് ആ പ്രളയം പോലെ എന്നിലേക്ക് ഇരച്ചു കയറി വന്നിരുന്ന ആ സർവശക്തൻ്റെ ഭഗവാന്റെ ആ കഥകളുടെ ശക്തി എന്നിലുള്ളതായിട്ടുള്ള പാപങ്ങളെയൊക്കെ വിറപ്പിക്കുകയായിരുന്നു. ആ പാപങ്ങളൊക്കെ ഭയന്ന് വിറച്ചുപോയി എന്നിലേക്ക് ആ ഭഗവൽ രൂപത്തിലുള്ളിലേക്ക് കയറി വന്നപ്പോൾ ആ പാപങ്ങളുടെ വിചാരം തന്നെ ഈ പ്രളയം ഞങ്ങളെ ഇപ്പോൾ ഇല്ലാതെയാക്കുമെന്ന് ചിന്തിച്ചുപോയി എന്ന് ധുന്ധുകാരി പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥാചേയം കരിഷ്യതി. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സദ്യ, അവിടെ ഒരു വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയുള്ളതൊക്കെയും എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 55-ാമത്തെ ശ്ലോകമാണ്. ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാഗ്മനഃ കർമ്മഭിസ്കൃതം ശ്രവണം വിദഹേത് പാപം പാവകഃ സമിധോ യഥാ. അപ്പോൾ തങ്ങളിലേക്ക് വരുന്ന ഈ ഭഗവത് സ്വരൂപമായിട്ടുള്ള ഭാഗവത കഥ എങ്ങനെ നശിപ്പിക്കുമെന്ന ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം. ആർദ്രം
എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾ അറിവോടുകൂടി ചെയ്തതാണ് ഈ പാപങ്ങളൊക്കെയും. അങ്ങനെയുള്ള ഈ പാപങ്ങൾ, അതായത് ധുന്ധുകാരി അറിയാതെ ചെയ്തതല്ല ഇതൊന്നും, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങൾ. ശുഷ്കം എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ അല്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ള അറിവ് ലഭിക്കാതെ ചെയ്ത ഈ പാപങ്ങൾ. ലഘുസ്ഥൂലം, ലഘു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ചെറിയ ചെറിയ കീടങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. പാറ്റകൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ, ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു ധുന്ധുകാരി തുടങ്ങിയതല്ലേ, ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ദ്രോഹിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് അന്ന് അറിവില്ലാത്ത പ്രായത്തിൽ തുടങ്ങിയതാണെങ്കിലും പിന്നീട് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ള പ്രാണികളെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക്, മറ്റുള്ള ജീവികളെ ദ്രോഹിക്കുന്ന തരത്തിലേക്ക്, സ്വന്തം അമ്മയെപ്പോലും ഒടുവിൽ ദ്രോഹിക്കുന്ന തലത്തിലേക്ക് മഹാപാപിയായി വളർന്നു. വാക് മനഃകർമ്മഭികൃതം, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും, വാങ് മനഃകർമ്മഭി, കർമ്മം കൊണ്ടും തൻ്റെ ചേഷ്ടകൾ കൊണ്ടും ചെയ്തതായിട്ടുള്ള സർവ പാപങ്ങളും, കൃതം ചെയ്തതായിട്ടുള്ള സർവപാപങ്ങളും, ആദ്യം അറിവില്ലായ്മയിൽ നിന്ന് തുടങ്ങി പിന്നീട് അറിഞ്ഞുകൊണ്ട് ചെയ്ത സർവപാപങ്ങളും. ശ്രവണം വിദഹേത് പാപം പാവക സമിധോ യഥാ, ശ്രവണം വിദഹേത്, ഈ ശ്രവണം കൊണ്ട്, ഭാഗവത കഥാശ്രവണം കൊണ്ട്, വിദഹേത് ദഹിപ്പിച്ചു കളയുന്നു. എന്തിനെ? പാപം. എൻ്റെ ഈ പാപങ്ങളെ, അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്ത എല്ലാ പാപങ്ങളെയും ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ അത് ദഹിപ്പിച്ചു കളയുന്നു. പാവക സമിധോ യഥാ, എപ്രകാരം എന്ന് കരുതിയാൽ, പാവക അഗ്നി, സമിധോ യഥാ വിറക് കഷ്ണങ്ങളെ എന്ന പോലെ, എപ്രകാരമാണോ അഗ്നി വിറക് കഷ്ണങ്ങളെ ദഹിപ്പിച്ചില്ലാതെയാക്കുന്ന, അതിന് ക്ഷണനേരമേ വേണ്ടൂ അഗ്നിക്ക് വിറക് കഷ്ണങ്ങളെയൊക്കെ, അല്ലെ, മലങ്കൂന പോലെ കൂട്ടിയിടുന്ന വിറക് കഷ്ണങ്ങൾക്കിടയിലേക്ക് ചെറിയൊരു വിറക് കൊള്ളി കൊളുത്തി ചെറിയൊരു അഗ്നി പകർന്നാൽ മതി, അതിനെ മുഴുവൻ അത് ദഹിപ്പിക്കുന്നതുപോലെ എൻ്റെ ഉള്ളിലേക്ക്, ഇത് ചെറിയതല്ല, വലിയൊരു പ്രളയം പോലെയാണ് എൻ്റെ ഉള്ളിലേക്ക് ആ ഭഗവത് കഥ, ഭഗവത് സ്വരൂപം ഇരച്ചു കയറി വന്നത്. അപ്പോഴോ ഞാൻ ചെയ്ത സർവപാപങ്ങളെയും, അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ ദ്രോഹപ്രവർത്തികളെയും അത് ദഹിപ്പിച്ചു കളഞ്ഞു, ഇല്ലാതെയാക്കി, അത് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാങ്മനഃ കർമ്മഭികൃതം ശ്രവണം വിദഹേത് പാപം പാവക സമിധോ യഥാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാങ്മനഃ കർമ്മഭി പാവക, മൂന്നിടത്തും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. അതേപോലെ വാങ്മന, അവിടെ ങ്ങായാണ്, കായല്ല, അതും കൂടി ശ്രദ്ധിക്കുക. ഇനി ഇത്രയും കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 56-ാമത്തെ ശ്ലോകം നോക്കാം. അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർദേവ സംസദേ അകഥാശ്രാവിണം പുംസാം നിഷ്ഫലം ജന്മകീർത്തിതം. അസ്മിൻ വൈ ഭാരതേ വർഷേ, അസ്മിൻ ഈ ഭാരതേ വർഷേ, ഈ ഭാരതവർഷത്തിൽ, ഭാരതഖണ്ഡത്തിൽ വന്നിട്ട്, സൂര്യഭിർദേവ സംസദി, സൂര്യഭിഹി ജന്മ സംസദിഹി, അതായത് ദേവസഭയിൽ വെച്ച് പറയപ്പെട്ടിരിക്കുന്നു സാക്ഷാൽ ബൃഹസ്പതിയാൽ, എന്ത്? അകഥാശ്രാവിണം പുംസാം, ഈ ഭാരതകഥയിൽ കേൾക്കുവാൻ തൽപരരല്ലാത്തവരായിട്ടുള്ള പുംസാം, മനുഷ്യരുടെ ജന്മം നിഷ്ഫലം ജന്മകീർത്തിതം, അത് നിഷ്ഫലമാണ് എന്ന് ആചാര്യന്മാരാൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭാരതഖണ്ഡത്തിൽ വന്ന് പിറക്കാൻ കഴിയുന്നത് തന്നെ അത് എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടാണ്. അങ്ങനെ ഈ ഭാരതഖണ്ഡത്തിൽ പിറന്നിട്ടും
ഈ ഭാഗവത കഥാശ്രവണത്തിൽ താല്പര്യമില്ലാത്തവരായി മാറുന്ന മനുഷ്യരുടെ ജന്മം വിഫലമാണ് എന്ന് സാക്ഷാൽ ദേവസഭാതലത്തിൽ ദേവസഭയിൽ വെച്ച് ബൃഹസ്പതി മുതലായ ആചാര്യന്മാർ തന്നെ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭാരതഖണ്ഡത്തിൽ വന്നിട്ട് നമ്മുടെ ഈ ജന്മത്ത് ഈ ഭാഗവത കഥ കേൾക്കുവാൻ കഴിയുന്നത് തന്നെ നമ്മുടെ സുഹൃത്തം കൊണ്ടാണ്. അത് ധുന്ധുകാരിയല്ല പറഞ്ഞത്, മറ്റൊരാളിൻ്റെ, അതായത് ദേവലോകത്ത് വെച്ച് ബൃഹസ്പതി മുതലായ ദേവഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. അവരൊക്കെ കീർത്തിച്ചിരിക്കുന്നത് പോലെ ഇവിടെ വന്ന് ഈ മണ്ണിൽ പിറന്നിട്ട് ഈ കഥകൾ കേൾക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. അത് കേൾക്കാൻ തൽപരരല്ലാത്തവരുടെ ജന്മം വൃഥാവിലാണ്. കാരണം ഈ ധുന്ധുകാരിക്ക് അതും സ്വന്തം അനുഭവം തന്നെയാണ്. ജീവിച്ചിരുന്നിടത്തോളം ഈ വക സത്കർമ്മങ്ങളിലൊന്നും തന്നെയും തൽപരനല്ലാതെ ദുഷ്കർമ്മങ്ങളിൽ രമിച്ചു നടന്നിരുന്ന വ്യക്തിയാണ്. പിതാവായ ആത്മദേവനും സഹോദരനായിട്ടുള്ള ഗോകർണനും ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങളിൽ തൽപരരായി ജീവിച്ചു തീർത്തപ്പോൾ അന്ന് ജീവിതം വൃഥാവിലാക്കി കളഞ്ഞ ഒരു ജന്മമായിരുന്നു ധുന്ധുകാരിയുടേത്. ഇന്ന് അതൊക്കെ സ്വന്തം അനുഭവത്തിൽ നിന്ന് തിരിച്ചറിയുന്നു. തന്നെയല്ല, ആ ബൃഹസ്പതിയുടെ വാക്കുകൾ, മഹത്തായ വാക്കുകൾ കൂടി ഒന്നിവിടെ സ്മരിക്കുകയാണ്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം. അസ്മിൻ വൈ ഭാരതേ വർഷേ സൂര്യഭിർദേവ സംസദേ അകഥാശ്രാവിണാം പുംസാം നിഷ്ഫലം ജന്മ കീർത്തിതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സൂര്യഭിർദേവ സംസദേ, ഇവിടെ ദാ കൂട്ടക്ഷരമാണ്, കട്ടിയിൽ തന്നെ വായിക്കുക. അതേപോലെ അകഥാശ്രാവിണാം ശ്രദ്ധിച്ചു വായിക്കേണ്ടിയിരിക്കുന്നു. കഥാശ്രാവിണം ആകരുത്, അകഥാശ്രാവിണമാണ്. അകാരം കേൾക്കത്തക്ക വിധത്തിൽ തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 57-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.